ഇന്ത്യയിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. കാരണം അത് ജലവുമായി ബന്ധപ്പെട്ടായാലും മറ്റ് ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ടാലും രണ്ട് രാജ്യങ്ങളും ഇന്ത്യ എന്താണോ നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്. അല്ലാതെ സ്വന്തം നട്ടല് നിവർത്തി ജീവിക്കാനുള്ള കഴിവ് ഇപ്പോഴും ആ രാജ്യത്തിനൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നാം കാണുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങളെയും കൊണ്ട് ഇന്ത്യക്ക് വലിയ രീതിയിൽ തലവേദനയാണ്. അവർ സ്വന്തം രാജ്യത്തും ഇന്ത്യയുടെ ആനുകൂല്യം പറ്റി ജീവിക്കും, പിന്നെ നുഴഞ്ഞു കയറി ഇന്ത്യയിലും താമസിക്കും. ഇനി ആ പരിപാടി ഒന്നും ഇന്ത്യയിൽ നടക്കൂല എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു തുടക്കമല്ലേ നാം ഗുജറാത്തിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഗുജറാത്തിൽ നിന്ന് ഏതാണ്ട് 1000-ലധികം ബംഗ്ലാദേശി പൗരന്മാരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ബംഗാളിൽ നിന്നും വ്യാജ രേഖകൾ, ആധാർ കാർഡും ID കാർഡും ഒക്കെ ഒപ്പിച്ച് ഗുജറാത്തിൽ വന്ന് തൊഴിലെടുത്ത് ജീവിക്കുകയാണ്. അവിടെ രഹസ്യമായിട്ട് കഴിയുകയാണ് ബംഗാളികൾ എന്ന വ്യാജേന. 890 പേരെ അഹമ്മദാബാദിൽ നിന്നും 134 പേരെ സൂറത്തിൽ നിന്നുമാണ് പിടികൂടിയത്. എന്തായാലും ഇവരെ ഗുജറാത്ത് പോലീസും അതുപോലെ BSFും സംയുക്തമായി ഇവരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഏതാണ്ട് 1000-ലധികം പൗരന്മാരുണ്ട്. ഇതിനകത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉണ്ട്. അവർ ഇവിടെ വന്ന് സുഖമായിട്ട് അങ്ങനെ ഈ വ്യാജ ID കാർഡൊക്കെ ഒപ്പിച്ച് കൃത്യമായിട്ടും അവർ ബംഗാളിൽ കഴിയാതെ, ബംഗാളിൽ കടുത്ത ദാരിദ്ര്യമുണ്ട്. ബംഗാളിൽ മമതാ സർക്കാരിന് വലിയ പ്രതിസന്ധിയുണ്ട്. കേരളം പോലെ തന്നെയാണ് ബംഗാൾ. അതേസമയം ഗുജറാത്ത് ഒരു സമ്പന്ന സംസ്ഥാനമാണ്. നേരെ ഗുജറാത്തിൽ വന്ന് അവിടെ ആകുമ്പോൾ കൃത്യമായിട്ട് തൊഴിലൊക്കെ കിട്ടും, അത്യാവശ്യം ജീവിക്കാം, പിള്ളേരെ സ്കൂളിൽ വിടാം, ഇതൊക്കെ ചെയ്യാം. അങ്ങനെ വളരെ രഹസ്യമായിട്ട് അങ്ങനെ കഴിയുകയായിരുന്നു. ആ 1000 ചില്ലുവാനം പേരെയും ഈ അഹമ്മദാബാദിലെയും സൂററ്റിലെയും വിവിധ കോളനികളിൽ നിന്ന് പോലീസ് കൃത്യമായിട്ട് പൊക്കി. അവരെ ഇത് രാജ്യവ്യാപകമായിട്ട് പ്രത്യേകിച്ചും ഈ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം രാജ്യവ്യാപകമായിട്ട് പരിശോധന നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ കൃത്യമായിട്ട് പൊക്കി. ഇപ്പോൾ അവരെ ഈ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരെ ഇവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ നാട് കടത്തും, തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അയക്കും എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ പുറകിൽ കാണേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പുറകിൽ ചില വാസ്തവങ്ങളുണ്ട്. കാരണം മുമ്പ് ശ്രീജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ ദരിദ്രമായ അല്ലെങ്കിൽ ഒരു തരത്തിലും ജീവിക്കാൻ അനുകൂലമായ യാതൊരു സാഹചര്യവും ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളിവിടെ ചില കണക്കുകളൊക്കെ വരും. ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ വലിയ റാങ്കൊക്കെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ കൊടുക്കുന്നത്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ആരാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഇവിടുത്തെ മാപ്പറകൾ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇന്ത്യ വെള്ളം നൽകില്ലെന്ന് പറയുമ്പോഴേ നിലവിളിക്കുകയാണ് രാജ്യം. അതെ, അവർ മാത്രമല്ല, ഇവിടുത്തെ മാപ്രകളും നിലവിളിക്കുകയാണ്. എന്തായാലും ബംഗ്ലാദേശിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് തന്നെ അവർക്ക് പല ആവശ്യങ്ങൾക്കും നല്ല ചികിത്സ, നല്ല വിദ്യാഭ്യാസം, ഒപ്പം നല്ല ഭക്ഷണം ഇതൊക്കെ കിട്ടണമെങ്കിൽ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഈ ചികിത്സിക്കാൻ ഇന്ത്യയിലേക്ക് വന്നാലേ അവർക്ക് പറ്റുള്ളൂ. പലർക്കും ഈ ബംഗ്ലാദേശിലൊക്കെ ഉള്ള വലിയ സമ്പന്നർ പോലും ഇന്ത്യയിൽ വന്ന് ചികിത്സിച്ചിട്ടാണ് പോകുന്നത്. ചികിത്സ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം. പാകിസ്ഥാനിൽ ബംഗ്ലാദേശിലെ പല ഉന്നത നേതാക്കളുടെ മക്കളും ബിസിനസ്സുകാരുടെ മക്കളെല്ലാം ഡൽഹിയിലെത്തിയാലേ വിദ്യാഭ്യാസം. അതെ, ഈ പാകിസ്ഥാനിൽ നിന്ന് ചികിത്സയ്ക്ക് 100 കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. നിസ്സാരമൊന്നുമല്ല എണ്ണം. വലിയ തോതിൽ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ പോലും അവർ വന്ന് ചികിത്സിച്ചിട്ട് പോവുകയാണ്. പാകിസ്ഥാനിൽ വീട്ടിൽ പ്രസവമില്ല. അപ്പോൾ പാകിസ്ഥാനിൽ വീട്ടിൽ പ്രസവമില്ല. അവിടെ നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാരൊന്നും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും അവിടെ മാത്രമല്ല, വീട്ടിൽ പ്രസവിച്ച അവാർഡും കിട്ടത്തില്ല. കാരണം അവാർഡ് കൊടുക്കാനൊന്നുമില്ല ഇവിടെ. പിന്നെ അത്യാവശ്യത്തിന് പണമുണ്ടല്ലോ, ഇന്ത്യക്കാരൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ, പിരിച്ച് ഇതുപോലുള്ള അവാർഡുകളൊക്കെ കൊടുക്കാം. ഈ പിരിവിലാണ് ഇത്തരം സംഘടനകളൊക്കെ ജീവിക്കുന്നത്. എന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധവും. അതിരിക്കട്ടെ. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇതാ മോദി സർക്കാർ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ്. റോഡ് പണി, പാലം പണി ഒക്കെ നടക്കുകയാണ്. അപ്പോൾ വലിയ തൊഴിലവസരങ്ങളുണ്ട്. ഇന്ത്യക്കാർ ധാരാളം പേര് ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുടിയേറി വരുന്ന ഇപ്പോൾ ബംഗാളിൽ നിന്നുമൊക്കെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 4 വരി 6 വരിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ജോലി ചെയ്യുന്ന ഒട്ടുമുക്കാൽ പേരും ഈ പറയുന്ന ബംഗാളികളാണ്, അല്ലെങ്കിൽ ആസാമികളാണ്. അവിടുത്തെ മോശപ്പെട്ട സാഹചര്യം കൊണ്ട് അവർ തൊഴിൽ തേടി ഇവിടെ വരുന്നു. ഒട്ടുമുക്കാലും ബംഗാളികളാണ്. ആസാമിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഒക്കെ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്.
അവർ കുറച്ചുകൂടെ ഉയർന്ന ജോലിക്കൊക്കെയാണ് അവർ ചിലപ്പോൾ ഈ കമ്പനികളിൽ ജോലി കിട്ടി സ്ഥലം മാറി ഇങ്ങോട്ട് വരുന്നതായിരിക്കാം. പക്ഷേ ഈ പറയുന്നത് പോലെ ഏറ്റവും താഴെ തട്ടിൽ കായികമായ അധ്വാനത്തിന് ഈ പറയുന്ന ബംഗാളികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ബംഗാളികളുടെ കൂട്ടത്തിലാണ് ബംഗ്ലാദേശികളും ഇന്ത്യയിലേക്ക് കടക്കുന്നത്. അത് ധാരാളം പേർ, കേരളത്തിൽ മാത്രം ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ബംഗ്ലാദേശികൾ ഉണ്ടെന്നാണ് ഒരു അനൗദ്യോഗിക കണക്ക്. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 35 ലക്ഷം ബംഗാളികൾ. ബംഗ്ലാദേശികൾ മാത്രമല്ല, ഈ പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് പറഞ്ഞപ്പോൾ കേരളമാണ് ഞെട്ടിയത്. അതെ, 102 പേർ. നമുക്ക് തന്നെ അറിഞ്ഞൂടെ കേരളത്തിൽ ഇത്രയധികം പാകിസ്ഥാൻ. മലപ്പുറത്ത് വലിയ സംഖ്യയുണ്ട്. ഇത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ പലരും ഈ വിഭജനക്കാലത്ത് അപ്പുറത്ത് വിട്ടുപോയവരുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്ക് കച്ചവടത്തിന് പോയവരുണ്ട്. അങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടന്നിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 1960, 65, 70 മുമ്പൊക്കെ തന്നെ അത് ഏതാണ്ടൊക്കെ സെറ്റിലായി. അങ്ങനെ സെറ്റിലാകാത്തവരും ഇപ്പോഴുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുന്നവർ, ഇപ്പോൾ വിവാഹിതരായി ഇവിടുത്തെ പയ്യന്മാരെ ഇവിടുത്തെ യുവാക്കളെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വരുന്നവർ, അവരിവിടെ കഴിയുന്നുണ്ട്. അവർക്കും ഈ ഇവിടുത്തെ പൗരത്വം കിട്ടില്ല, വിസ കിട്ടും. പൗരത്വം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അത് ഈ പറയുന്നത് പോലെ അതിനാണല്ലോ CAA ഒക്കെ കൊണ്ടുവന്നത്. പക്ഷേ ഇവരങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്നവരല്ല, വിവാഹം കഴിച്ച് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗണത്തിലും ഇവർക്ക് പൗരത്വം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ നിരവധി കാലം, വർഷങ്ങൾ ഇവിടെ താമസിച്ച് ഈ രേഖകളൊക്കെ കൊടുത്ത് വളരെ വലിയ തോതിൽ സമ്മർദ്ദമൊക്കെ ചെലുത്തിയാണ് പൗരത്വം വാങ്ങിയെടുക്കുന്നത്. അതിന് കോടതിയിലുമൊക്കെ പോകാറുണ്ട് പലരും. ആ കഥകളൊക്കെ പത്രത്തിൽ പലപ്പോഴും വാർത്തകളായി വരാറുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോഴും പാകിസ്ഥാനുമായിട്ട് ബന്ധം വച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില നമ്മളെ എന്താ പറയേണ്ട, ചില നിരോധിത സംഘടനകൾക്ക് പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ നമുക്ക് നേരത്തെ നമ്മുടെ പുറത്തു വന്നതാണ്. എന്തായാലും ആ അർത്ഥത്തിൽ പാകിസ്ഥാനുമായിട്ട് ഏത് തരത്തിലുമുള്ള സഹകരണം വളരെ സൂക്ഷിച്ചു വേണം എന്നാണ്. അതുപോലെ തന്നെ അതേ മാർഗത്തിലേക്ക് പുരോഗമിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്ന് കാസർഗോഡ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ പിടിയിലായി. അയാൾ അൽ-ഖ്വയ്ദയുടെ, ഒരു ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററാണ്. അയാൾ ഇവിടെ വന്നത് തന്നെ ഇവിടെയുള്ള സ്ലീപ്പർ സെല്ലുകളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഉണ്ടായ സംവരണ പ്രക്ഷോഭത്തിന് ശേഷം വലിയ രീതിയിൽ കേരളം ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ റെയ്ഡുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം 100ഉം 200ഉം പേരുമാണ് ഓരോ തവണയും പിടിയിലാകുന്നത്. എന്നിട്ട് പോലുമാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും 1000-ലധികം പേര്. അപ്പോൾ ഒരു കൃത്യമായ സംഖ്യ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ വിഷയമാണ്. സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഇവർ വരുന്നത് എങ്ങനെയാണ്? വരുന്നതേ ബംഗാളിൽ നിന്ന് കൃത്യമായിട്ട് ID കാർഡും ആധാർ കാർഡും ഒക്കെ നിർമ്മിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ പോലീസിനും പ്രഥമ ദൃഷ്ടിയായി ഇവരെ സംശയിക്കാൻ കാരണങ്ങളില്ല. കാരണം ഇതിൽ ആരാണ് ബംഗാളി, ആരാണ് ബംഗ്ലാദേശി എന്ന് എങ്ങനെ തിരിച്ചറിയും? രക്തം പരിശോധിച്ച് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇവരെക്കുറിച്ച് അന്വേഷിച്ച്. ഇപ്പോൾ ഈ ബംഗാളിയാണെങ്കിൽ ബംഗാൾ പോലീസിന് ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ആ ബംഗാൾ പോലീസ് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. പക്ഷേ ബംഗാളിലെ ഭരണകൂടം തന്നെ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുകയല്ലേ. അവരെങ്ങനെ സത്യം പറയും? ബംഗാൾ പോലീസ് എന്ത് വിവരങ്ങളാണ് ഇവരെ സംബന്ധിച്ച് നൽകുക? സത്യസന്ധമായ ഒരു വിവരവും നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ പല രൂപത്തിൽ നുഴഞ്ഞു കയറുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ കൃത്യമായിട്ട് ഇവിടുന്ന് പുറത്താക്കണം. ഇത് മനസ്സിലാകുന്നൊരു കാര്യം, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കൃത്യമായിട്ട് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, NPR മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അതിൽ കൂവി വിളിച്ചിട്ട് കാര്യമില്ല. എല്ലാ പൗരന്മാരും കൃത്യമായി അവരുടെ രേഖകൾ കൈവശം സൂക്ഷിക്കണം. അത് ആധാർ കാർഡാണെങ്കിലും ശരി, അത് ID കാർഡാണെങ്കിലും ശരി, അത് പാസ്പോർട്ട് ആണെങ്കിലും ശരി, ഇനി SSLC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി, കൃത്യമായ രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകും. പ്രത്യേകിച്ചും യുദ്ധസമാനമായൊരു സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇത്രയും വളരെ മോശപ്പെട്ട ഒരു എന്താ പറയുക, ഭീരുത്വം നിറഞ്ഞ ഒരു പ്രവൃത്തി, പിന്നിലൂടെ വന്ന് ആക്രമിക്കുന്ന ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നു. അതിന് കർശനമായ തക്കതായ തിരിച്ചടി നമ്മുടെ രാജ്യം കൊടുക്കും. തീർച്ചയായിട്ടും ആ സന്ദർഭത്തിൽ ഇതെല്ലാം അന്വേഷണ വിധേയമാവും. അതുകൊണ്ട് രേഖകൾ കൈവശമില്ലാത്ത പൗരന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കണം. അത് ഏത് രാജ്യത്തിൻ്റെ പൗരനായാലും ശരി,
അയാൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ നമ്മൾ ഗുജറാത്തിൽ കണ്ടതും അതുതന്നെയാണ്. 1000-ലധികം ബംഗ്ലാദേശികളെ അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അവരെ എല്ലാം താമസിയാതെ ഡീപ്പോർട്ട് ചെയ്യും എന്ന് നമുക്ക് അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും ഇത് കേരളത്തിലും ഈ ഗുജറാത്തിൽ നടന്നതുപോലെ ഒരു കർശനമായ പരിശോധന കേരളത്തിലും ആവശ്യമാണ്. കേരളത്തിലും ഇത്തരത്തിൽ വന്ന് ഒളിച്ചു കഴിയുന്ന ബംഗ്ലാദേശികളുണ്ട്. അവരെ കണ്ടെത്തുക, കൃത്യമായിട്ട് മടക്കി അയക്കുക. അല്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നതും വലിയ ദുരന്തമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.